നിങ്ങളുടെ വെബ്സൈറ്റ് ഒരു കസ്റ്റമർ ഓപ്പൺ ചെയ്യുമ്പോൾ അത് വളരെ സ്ലോ ആയിട്ട് ലോഡ് ചെയ്യാൻ കരുതും. ഓരോ പേജ് ക്ലിക്ക് ചെയ്യുമ്പോഴും കുറച്ച് ടൈമൊക്കെ എടുത്ത് ഇങ്ങനെ പതുക്കെ കറങ്ങിയാണ് വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ആ കസ്റ്റമർ പിന്നീട് വെബ്സൈറ്റിലേക്ക് വരും. സ്ഥിരമായിട്ട് ആളുകൾ ഉപയോഗിക്കേണ്ട ഒരു വെബ്സൈറ്റാണ് ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ആണെങ്കിൽ തിരിച്ചവർ വരില്ല. വേർഡ്പ്രസ്സിനപ്പോൾ പൊതുവെ ഉള്ളൊരു ചീത്തപ്പേരാണ് വേർഡ്പ്രസ് വെബ്സൈറ്റുകൾ വളരെ സ്ലോ ആണെന്നുള്ളത്. നമുക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എങ്ങനെ വേർഡ്പ്രസ് വെബ്സൈറ്റ് ഇതിൻ്റെ ഒരു 10 ടൈംസ് ഫാസ്റ്റിലാക്കാൻ നോക്കാം. ഇപ്പോൾ ഒരു സ്ലോ ആയിട്ടുള്ളൊരു വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റിങ്ങിന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വെബ്സൈറ്റിൻ്റെ ഓണറിന് അതുകൊണ്ട് കോസ്റ്റ് നഷ്ടമല്ലാതെ അതിനെക്കുറിച്ച് ലാഭമൊന്നുമില്ല. പക്ഷെ അത് ഫാസ്റ്റ് ആണെങ്കിലോ അതുകൊണ്ട് ലാഭം ഉണ്ടാവും, ഗൂഗിളിൽ ടോപ്പിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ ഉപയോഗിച്ചൊരു വെബ്സൈറ്റാണ് appsxyz.com. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമ്മൾ ഈച്ച് ടൈം ലോഡ് ചെയ്യുമ്പോഴും 1 or 2 സെക്കൻഡിനുള്ളിലാണ് ഈ പേജ് ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നത്. അതേപോലെ അടുത്തൊരു പേജിലേക്ക് പോവുകയാണെങ്കിലും വിത്തിൻ 1 സെക്കൻഡിലേക്കാണ് ഓരോ പേജ് ലോഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഞാൻ ചെയ്ത മറ്റൊരു വെബ്സൈറ്റ് കൂടി ഞാൻ ഓപ്പൺ ചെയ്യാം, പ്രോട്ടോൺ മീ. ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിലും വിത്തിൻ 1-2 സെക്കൻഡിലാണ് ഒരു പോർട്ടലാണ്, ഒരു ഇ-കൊമേഴ്സ് പോർട്ടലാണ്, എന്നിട്ട് പോലും അത് ലോഡ് ചെയ്യുന്നത്. ഇനി ഇൻഡിവിജ്വൽ ഒരു കാറ്റഗറി പേജിലേക്ക് പോകുകയാണെങ്കിലും നിങ്ങൾ കണ്ടു 1 സെക്കൻഡ് 2 സെക്കൻഡ് മാക്സിമം. ഇനി ഒരു പ്രൊഡക്റ്റ് പേജിലേക്ക് പോകുകയാണെങ്കിലും ഇത്രയും ഫാസ്റ്റായിട്ടാണ് ലോഡ് ചെയ്യുന്നത്. സോ ഈ ഒരു കസ്റ്റമറിന്, ഈ ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന ഒരു കസ്റ്റമറിന് അത്രയും ഫാസ്റ്റായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് കൊടുക്കുന്നത്. ഇതിപ്പോൾ ലോഡ് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും പിന്നീട് അത് ഉപയോഗിക്കില്ല. അപ്പോൾ കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാസ്റ്റായിട്ടുള്ള വെബ്സൈറ്റ് ഗൂഗിളിൽ സെർച്ച് റിസൾട്ടിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതിന് മുന്നത്തെ SEOൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗൂഗിളിൽ കസ്റ്റമറിന് ഏറ്റവും നല്ല എക്സ്പീരിയൻസ് കൊടുക്കാനാണ് എപ്പോഴും ശ്രമിക്കുന്നത്. സോ ഏറ്റവും നല്ല കണ്ടൻറ് ഉള്ളതും ഏറ്റവും ഫാസ്റ്റായിട്ട് ലോഡ് ചെയ്യുന്നതും അങ്ങനെ ഒരുപാട് ക്രൈറ്റീരിയസ് ബേസ് ചെയ്തിട്ടാണ് ഗൂഗിൾ ആണെങ്കിലും റിസൾട്ടിലേക്ക് കൊണ്ടുവരുന്നത്. സോ വെബ്സൈറ്റിൻ്റെ പെർഫോമൻസ് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്ത് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിലേക്കാണെങ്കിലും ഫണ്ട് സ്പെൻഡ് ചെയ്യുന്നതിന് മുന്നേ വെബ്സൈറ്റ് ഒരു യൂസറിന് ഫാസ്റ്റായിട്ട് യൂസ് ചെയ്യാനും നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണെന്നും എൻഷുർ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയിൽ ഈ ഒരു വെബ്സൈറ്റ് എങ്ങനെയാണ് ഞാൻ ഒപ്റ്റിമൈസ് ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്, ഒരുപാട് പ്ലഗിൻസൊക്കെ ഉപയോഗിച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് 5-10 സ്റ്റെപ്സൊക്കെ ആയിട്ട്. ഈ വീഡിയോയിൽ ഞാൻ ഉപയോഗിക്കുന്ന ഒരൊറ്റ സ്റ്റെപ്പാണ്. ആ ഒരൊറ്റ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ മാത്രം വെബ്സൈറ്റ് ഇതേപോലെ ലോഡ് ചെയ്യും. അപ്പോൾ അതിലേക്ക് നമുക്ക് കടക്കാം. സെർവർ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റിന് US ബേസ്ഡ് ഒക്കെ ആയിട്ടുള്ളൊരു സെർവർ ചൂസ് ചെയ്യുമ്പോൾ ആ നെറ്റ്വർക്ക് വഴി ഇത്രയും ദൂരത്തേക്ക് റെൻഡർ ചെയ്യാനായിട്ട് ടൈം എടുക്കും. അപ്പോൾ വെബ്സൈറ്റ് നോർമലി സ്ലോ ആയിരിക്കും. അതിന് പകരം ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റ് ആണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഒരു ഡാറ്റാ സെൻറ്റർ ചൂസ് ചെയ്യുക. സൂപ്പർ ഫാസ്റ്റായിട്ട് ലോഡ് ചെയ്യുന്നൊരു വേർഡ്പ്രസ് വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന സെർവർ കമ്പനി digitalocean.com ആണ്. മുന്നത്തെ ഒരു വീഡിയോയിൽ digitalocean.com നമ്മളൊരു CentOS സെർവർ ഡിപ്ലോയ് ചെയ്ത് അതിൽ WHM CPanel ഹോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്ന ഒരു ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അതിന് മുന്നായിട്ട് നിങ്ങൾ digitalocean.com ഇതുവരെ ഒരു അക്കൗണ്ട് സൈനപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു അഫിലിയേറ്റ് ലിങ്കാണ്. അതുവഴി ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ digitalocean.com രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് $100 ഫ്രീ ക്രെഡിറ്റ് ആയിട്ട് കിട്ടും. 2 മന്ത്സിലേക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. സോ നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് വഴി സൈനപ്പ് ചെയ്യാവുന്നതാണ്. അക്കൗണ്ട് ഡാഷ്ബോർഡിൽ വന്നതിന് ശേഷം നമുക്കിനി ഒരു സെർവർ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഡ്രോപ്ലെറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഡിജിറ്റലോഷനിൽ VPS സെർവറിന് കോൾ ചെയ്യുന്നൊരു പേരാണ് ഡ്രോപ്ലെറ്റ്സ്. നമ്മളത് ക്ലിക്ക് ചെയ്തു. WHM CPanel സെറ്റപ്പ് ചെയ്യാനായിട്ട് നമ്മൾ കഴിഞ്ഞ വട്ടം സെലക്ട് ചെയ്ത് CentOS എന്ന് പറഞ്ഞ സെർവറാണ്. പക്ഷേ ഈ വട്ടം നമ്മൾ WHM CPanel അല്ല വേർഡ്പ്രസ് വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അതിനായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ മാനുവലി അത് ഇൻസ്റ്റാൾ ചെയ്യെങ്കിൽ മറ്റൊരു സെർവർ പ്രൊവൈഡർ ആണെങ്കിൽ നിങ്ങൾ നോർമലി CentOS ഇൻസ്റ്റാൾ ചെയ്ത് അതിലെ കമാൻഡ് ലൈൻ വഴി നോർമലി ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഡിജിറ്റലോഷനിൽ പക്ഷേ ഇതെല്ലാം എളുപ്പമാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ മാർക്കറ്റ് പ്ലേസിലേക്ക് പോവാം. മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞൊരു ടാബ് ക്ലിക്ക് ചെയ്തതിന് ശേഷം CyberPanel എന്ന് സെർച്ച് ചെയ്യുക. CyberPanel CPanel WHMന് പകരം നമ്മൾ ഈ ഒരു സെർവറിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന സോഫ്റ്റ്വെയർ. ഇതൊരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. CPanel പോലെ നമുക്ക് ഇതിന് പേ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഇതിനുള്ള അവൈലബിൾ ആണ്. സൂപ്പർ ഫാസ്റ്റ് ആണ് എന്നുള്ളതാണ് അടുത്ത ഏറ്റവും വലിയ അട്രാക്ഷൻ. നമുക്കത് ഉപയോഗിക്കാം. CyberPanel സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു ബേസിക് ആയിട്ടുള്ളൊരു പ്ലാൻ, തൽക്കാലം ഞാനൊരു 2 GB പ്ലാൻ എടുക്കാം. നമുക്ക് ആ 2 GB പ്ലാനിൽ പോലും എത്ര ഫാസ്റ്റായിട്ട് ലോഡ് നമുക്ക് നോക്കാം. 2 GB. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇന്ത്യയിലാണെങ്കിൽ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ളൊരു ഡാറ്റാ സെൻറ്ററാണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ബാംഗ്ലൂർ ചൂസ് ചെയ്യാം. ഇനി നമുക്കൊരു പാസ്വേഡ് സെറ്റപ്പ് ചെയ്യാം. ഞാനൊരു പാസ്വേഡ് കൊടുക്കുകയാണ്. അങ്ങനെ ഞാനൊരു സെർവറിന് ഒരു നെയിം ചെയ്യാണ്, server.learnwithsibin.com. learnwithsibin.com എന്നൊരു ഡൊമൈൻ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അങ്ങനെ സെർവറിന് ഞാൻ നെയിം ചെയ്തു.
ബാക്കപ്സ് വേണമെങ്കിൽ നമുക്ക് എനബിൾ ചെയ്യാം. ഇത് ഓട്ടോമാറ്റിക് ബാക്കപ്പ് ആണ്. പിന്നീടാണെങ്കിലും വന്ന് എനബിൾ ചെയ്താൽ മതി. ഇപ്പോൾ 20% ഓഫ് സെർവർ കോസ്റ്റ് വരും. ക്രിയേറ്റ് ഡ്രോപ്പിലേക്ക് ക്ലിക്ക് ചെയ്യണം. ഏകദേശം 2 മിനിറ്റ്സിനുള്ളിൽ തന്നെ സെർവർ ഡിപ്ലോയ് ആയി കഴിഞ്ഞു. ഇപ്പം നമുക്കിനി IP ഇവിടെ കാണാൻ പറ്റും. ഇനി IP കോപ്പി ചെയ്ത് സെർവറിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്യാം. കമാൻഡ് ലൈൻ വഴി SSHലേക്ക് നമുക്ക് ലോഗിൻ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ടെർമിനൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. ടെർമിനലിൽ നമുക്ക് കമാൻഡ് ചെയ്യാം SSH root@IP. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഫിംഗർ പ്രിൻറ്റ് നമ്മുടെ സിസ്റ്റത്തിൽ സേവ് ആവണം. ട്രസ്റ്റഡ് സോഴ്സ് ആയിട്ട് VS അടിച്ചു. ഇനി നമുക്ക് പാസ്വേഡ് എൻ്റർ ചെയ്യാം. പാസ്വേഡ് സേവ് ചെയ്തു. ഫസ്റ്റ് ടൈം ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് കാണാം സൈബർ പാനലിൻ്റെ ലോഗിൻ URL വന്നിട്ടുണ്ട്. PHP MyAdmin ഡാറ്റാബേസിലേക്കുള്ള ലോഗിൻ വന്നിട്ടുണ്ട്. റെയിൻ ലൂപ്പ് നമുക്ക് എന്തായാലും നോക്കണ്ട. സൈബർ പാനലും PHP അഡ്മിൻ്റെയും ഡാറ്റാബേസിലേക്കുള്ള URL നമുക്ക് സേവ് ചെയ്ത് വെക്കാം. എന്നോട് ഒരു നോട്ട് പാഡിൽ അത് സേവ് ചെയ്യാണ്. ഫസ്റ്റ് ടൈം കമാൻഡ് ലൈൻ ഓപ്പൺ ചെയ്യുമ്പോൾ സൈബർ പാനൽ അപ് ടു ഡേറ്റ് അല്ലെങ്കിൽ അതൊരു അപ്ഡേറ്റ് ചെയ്യാനുള്ളൊരു കമാൻഡ് ചോദിക്കും. നമുക്ക് നോർമലി യെസ് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതൊരു ഫ്യൂ മിനിറ്റ്സിനുള്ളിൽ തന്നെ അതിൻ്റെ അപ്ഡേറ്റ്സ് ചെയ്യാൻ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ഡൊമൈൻ ഈ ഒരു സെർവറിലേക്ക് പോയിൻ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഡിജിറ്റൽ ഓഷനിലേക്ക് പോകാം. നമുക്ക് IP കോപ്പി ചെയ്യാം. എന്നിട്ട് ഗോഡാഡിയിലാണ് ഞാൻ ഈ ഡൊമൈൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗോഡാഡി മൈ പ്രൊഡക്ട്സിലേക്ക് പോവാണ്. ഗോഡാഡി ഡാഷ്ബോർഡിൽ ചെന്നതിന് ശേഷം ഡൊമൈൻസിൻ്റെ DNSലേക്ക് ചെല്ലാം. Sibin.com. എന്നിട്ട് ഞാനിതിൽ ഉപയോഗിക്കുന്നത് ഗോഡാഡിയുടെ DNS ആണ്, നെയിം സെർവർ അല്ല. സോ ഗോഡാഡി DNSൽ റെക്കോർഡ് ഞാൻ മറ്റൊരു സെർവറിലേക്കാണ് ഇപ്പോൾ ഇത് പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ചേഞ്ച് ചെയ്യുകയാണ്. ഡിഫോൾട്ടായിട്ട് ഗോഡാഡി നമ്മൾ ആദ്യമായിട്ട് എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ പാർക്ക്ഡ് എന്ന് പറഞ്ഞൊരു വാല്യൂ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ അത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ ഡിജിറ്റൽ ഓഷനിൽ നിന്ന് കോപ്പി ചെയ്ത ഈ ഒരു സെർവറിൻ്റെ IP നമ്മളവിടെ പേസ്റ്റ് ചെയ്തിട്ട് സേവ് ചെയ്യുന്നു. ഗോഡാഡിയിൽ DNS അപ്ഡേറ്റ് ചെയ്ത് വന്നപ്പോഴേക്കും ഇവിടെ അപ്ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യം, നെക്സ്റ്റ് ഇവിടെ കാണാൻ പറ്റും യു ക്യാൻ ഗെറ്റ് ദ സൈബർ പാനൽ അഡ്മിൻ പാസ്വേഡ് വിത്ത് ദ ഫോളോയിങ് കമാൻഡ്. ഈ ഒരു കമാൻഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈബർ പാനലിലെ ഈ URL വഴി ലോഗിൻ ചെയ്യാനുള്ള പാസ്വേഡ് കിട്ടും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക, എൻ്റർ ചെയ്യുക. നമുക്കിവിടെ കാണാൻ പറ്റും അഡ്മിൻ പാസ്സായിട്ടൊരു പാസ്വേഡ് വന്നിട്ടുണ്ട്. അത് കോപ്പി ചെയ്ത് മറ്റൊരു സ്ഥലത്ത് നമ്മൾ സേവ് ചെയ്ത് വയ്ക്കുക. ഇനി അതുപോലെ വീണ്ടും ടെർമിനലെടുത്ത് ഡാറ്റാബേസിൻ്റെ പാസ്വേഡ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് കോപ്പി ചെയ്യുക, അത് എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്കിനി റൂട്ടിൻ്റെ പാസ്വേഡും ഡിഫോൾട്ടായിട്ട് സേവ് ചെയ്തിരിക്കുന്നൊരു MySQL പാസ്വേഡ് നമുക്ക് കോപ്പി ചെയ്യാം. അതും ജസ്റ്റ് നമുക്ക് സേവ് ചെയ്ത് എടുത്ത് വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ലോഗിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് സൈബർ പാനലിൽ URL ഉണ്ട്. അത് നോർമലി നമ്മുടെ IP:8090 എന്ന പോർട്ട് വഴിയാണ് അത് ലോഗിൻ ചെയ്യുന്നത്. എന്നിട്ടത് കോപ്പി ചെയ്യാം. ഇതിൽ സെക്യൂർഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യാത്തതുകൊണ്ട് മേ ബി ഇങ്ങനെ ഒരു വാർണിംഗ് ചോദിക്കാം. ആ സമയത്ത് ഷോർട്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് നമുക്ക് പ്രൊസീഡ് ചെയ്യുക. ഇതാണ് സൈബർ പാനലിൻ്റെ ലോഗിൻ സ്ക്രീൻ. നിങ്ങൾ കാണാം സൈബർ പാനൽ വേർഷൻ 2.1 ആണ്. അപ്പോൾ നമുക്കിതിലേക്ക് ലോഗിൻ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഡിഫോൾട്ട് യൂസർ നെയിം എന്നുള്ളത് അഡ്മിൻ എന്നായിരിക്കും. ഇനി പാസ്വേഡ് എന്നുള്ളത് കമാൻഡ് ലൈനിൽ നമ്മളിപ്പോൾ സേവ് ചെയ്തെടുത്ത നോട്ട് പാഡിൽ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു അഡ്മിൻ പാസ്വേഡാണ്. അത് കോപ്പി ചെയ്തിട്ട് അതുപയോഗിച്ച് സൈൻ ഇൻ ചെയ്യുക. ഇതാണ് സൈബർ പാനൽ ഡാഷ്ബോർഡ്. പാനൽ പോലെയല്ല, എങ്കിലും ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇതിന് നമുക്കിനി ആദ്യമായിട്ട് നേരെ വെബ്സൈറ്റിലേക്ക് പോകാം. വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ക്രിയേറ്റ് ന്യൂ ക്ലിക്ക് ചെയ്യുന്നു. പാക്കേജിൽ നമുക്ക് പാക്കേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്റ്റിൽ നമ്മൾ ഡിഫോൾട്ട് പാക്കേജ് ചൂസ് ചെയ്യുന്നു. ഡൊമൈൻ നെയിം നമ്മുടെ ഗോഡാഡിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള learnwithsibin.com. ഇമെയിൽ നമ്മൾ learnwithsibin@gmail.com ഉപയോഗിക്കുന്നു. PHP വെർഷൻ നമ്മൾ വേർഡ്പ്രസ് ഹോസ്റ്റ് ചെയ്യാൻ തൽക്കാലം PHP 7.4 ഉപയോഗിക്കുന്നു. സൈബർ പാനലിൽ PHP 8 വരെ അവൈലബിൾ ആണ്. തൽക്കാലം PHP 7.4 ഉപയോഗിക്കുന്നു. SSL എനബിൾ ചെയ്യുന്നു. ഇതിൻ്റെ കൂടെ SSL സിസ്റ്റം ഫ്രീ SSL നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. SSL ക്ലിക്ക് ചെയ്യുന്നു, ക്രിയേറ്റ് വെബ്സൈറ്റ് ചെയ്യുന്നു. ഇതൊരു ഫ്യൂ സെക്കൻഡ്സ് എടുക്കാം. അപ്പോഴേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു, സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾഡ്. നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സൈബർ പാനൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഡിഫോൾട്ട് ലാൻഡിങ് HTML പേജാണ്. ഇനി നമുക്ക് റിയൽ ആയിട്ടുള്ളൊരു വെബ്സൈറ്റ് അതിൽ ഹോസ്റ്റ് ചെയ്യാം. അതിനായിട്ട് വീണ്ടും വെബ്സൈറ്റിലേക്ക് പോകാം. ലിസ്റ്റ് വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഇതിൽ മാനേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇനി ഒന്ന് കുറച്ച് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫയൽ മാനേജർ കാണാൻ പറ്റും. ഫയൽ മാനേജർ ക്ലിക്ക് ചെയ്യുക. അവിടെയാണ് ഫയൽസ് മാനേജ് ചെയ്യുന്നത്.
ഇതിൽ learnwithsibin.com എന്നുള്ള ഡയറക്ടറിയിൽ public_html എന്നുള്ള ഡയറക്ടറിയാണ് ഇതിൻ്റെ റൂട്ട് ഡയറക്ടറി. അതിലേക്ക് ലോഗിൻ ചെയ്യുക. ഇവിടെ നമുക്ക് കാണാം ഒരു ഡിഫോൾട്ട് index.html ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട CyberPanel ഇൻസ്റ്റാൾ എന്നുള്ളൊരു പേജ് കണ്ടത്. ഇത് നമുക്ക് ആവശ്യമില്ല, നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അടുത്ത സ്റ്റെപ്പാണ് വേർഡ്പ്രസിൻ്റെ ഫയൽസ് നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. ഇതിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് വേർഡ്പ്രസിൻ്റെ ഒരു ഫ്രഷ് ഇൻസ്റ്റാളേഷനാണ്. നിങ്ങൾ എക്സിസ്റ്റിംഗ് ഒരു വേർഡ്പ്രസ് വെബ്സൈറ്റ് സ്പീഡപ്പ് ചെയ്യാനാണ് നോക്കുന്നുണ്ടെങ്കിൽ മറ്റൊരു സെർവറിൽ നിന്ന് CPanelോ എവിടെയാണ് അത് ഹോസ്റ്റ് ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കംപ്രസ് ചെയ്ത് ഇവിടെ അപ്ലോഡ് ചെയ്യുക, ഇവിടെ എക്സ്ട്രാക്ട് ചെയ്യുക, എന്നിട്ട് CyberPanelൽ തന്നെ ഡാറ്റാബേസിൽ അത് കോൺഫിഗർ ചെയ്യുക. അതാണ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇവിടെ നമുക്ക് തൽക്കാലം ഒരു വേർഡ്പ്രസ് പുതിയത് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് wordpress.org നമുക്ക് പോവാം. ഗെറ്റ് വേർഡ്പ്രസ് ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ വേർഡ്പ്രസ് ഡൗൺലോഡ് ചെയ്യുന്നു. ഈ ഡൗൺലോഡ് ചെയ്ത് വേർഡ്പ്രസ് നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് അപ്ലോഡ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. അത് ഡ്രാഗ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നു. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യുക. ഇനി അതിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്യുക. സെയിം ഡയറക്ടറി തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്യാം. ഇനി ഓൾഡ് സിപ്പ് ഫയൽ നമുക്ക് റിമൂവ് ചെയ്യാം. ഇനി ആ ഫോൾഡറിലേക്ക് ഓപ്പൺ ചെയ്യാം. കാരണം നമുക്കിനി ഒരു സെപ്പറേറ്റ് ഫോൾഡറോട് ക്രിയേറ്റ് ആയിട്ടുണ്ട് വേർഡ്പ്രസ് എന്നുള്ളത്. നമുക്ക് അങ്ങനെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് public_html എന്ന് പറഞ്ഞ ഡയറക്ടറിയിലാണ് വേർഡ്പ്രസിൻ്റെ ഫയൽസ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മളൊന്ന് സെലക്ട് ഓൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മൂവ് ചെയ്യുക. മൂവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് വേർഡ്പ്രസ് റിമൂവ് ചെയ്യുക. /out എന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് മൂവ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഈ ഫയലിൽ നിന്നെല്ലാം ഈ ഡയറക്ടറിയിൽ നിന്നെല്ലാം മൂവ് ചെയ്യും. ഞാൻ വേർഡ്പ്രസ് പറഞ്ഞ ഒരു ഫോൾഡർ നമുക്ക് ഇനി ആവശ്യമില്ല, അത് റിമൂവ് ചെയ്യാം. ഇനി നമുക്ക് ലേൺ വിത്ത് സിബിൻ ഓപ്പൺ ചെയ്ത് കാണാം. വേർഡ്പ്രസിന് ഇൻസ്റ്റാളർ ആയിരിക്കും വരിക. അപ്പോൾ നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ നമുക്കറിയാം ഇംഗ്ലീഷ് നമ്മൾ ചൂസ് ചെയ്തു. വേർഡ്പ്രസ് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഡാറ്റാബേസ് നെയിം, യൂസർ നെയിം, പാസ്വേഡ് എല്ലാം ആവശ്യമാണ്. അപ്പോൾ അതിനായിട്ട് തിരിച്ച് CyberPanelലേക്ക് പോവുക. എന്നിട്ട് ഇവിടെ നമുക്ക് കാണാം ഡാറ്റാബേസ് കാണാം. ഡാറ്റാബേസിൽ പോയിട്ട് ക്രിയേറ്റ് ഡാറ്റാബേസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റ് ചൂസ് ചെയ്ത് ഒരു ഡാറ്റാബേസ് നെയിം കൊടുക്കുക. എന്തെങ്കിലും ഒരു നെയിം കൊടുത്താൽ മതി. പാസ്വേഡ് കൂടി ക്രിയേറ്റ് ചെയ്യുക. ഒരു ഓട്ടോമാറ്റഡ് ആയിട്ടൊരു പാസ്വേഡ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്, അത് കോപ്പി ചെയ്യുന്നു. ഇനി ഞാൻ ലെറ്റ്സ് ഗോ ക്ലിക്ക് ചെയ്യണം. പാസ്വേഡ് ഞാൻ നേരിട്ട് അവിടെ പേസ്റ്റ് ചെയ്തു. ഇനി ഒരു ഡാറ്റാബേസ് നെയിം പേസ്റ്റ് ചെയ്യുന്നു. യൂസർ നെയിം ഓൾസോ പേസ്റ്റ് ചെയ്യുന്നു. ഇനി ക്രിയേറ്റ് ഡാറ്റാബേസ് ക്ലിക്ക് ചെയ്യണം. ഞാൻ തൽക്കാലം കോപ്പി ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് മാത്രം, നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് കോപ്പി ചെയ്താലും ഓക്കെയാണ്. ഇനി ലോക്കൽ ഹോസ്റ്റ് തന്നെയാണ് ഡാറ്റാബേസ് ഹോസ്റ്റ് ചെയ്യുന്നത്. സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയിട്ട് ടേബിൾ പ്രിഫിക്സ് നമുക്ക് തൽക്കാലം WP എന്ന് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ്. ഇനി ടൈറ്റിൽ കൊടുക്കുക. നമുക്ക് യൂസർ നെയിം, ഒരു പാസ്വേഡ് വന്നിട്ടുണ്ട്, ഞാൻ മാറ്റി തൽക്കാലം. ഈ ഒരു വെബ്സൈറ്റ് ഞാൻ തൽക്കാലം ഗൂഗിളിൽ പബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം ഇതിൻ്റെ ഡെമോ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് സെർച്ച് എഞ്ചിൻ വിസിബിലിറ്റി നമ്മൾ ഓഫ് ചെയ്യാണ്. സിബിനാണ് യൂസർ നെയിം. ലോഗിനായി. അപ്പം അങ്ങനെ നമ്മൾ വേർഡ്പ്രസിൻ്റെ ഡാഷ്ബോർഡിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി നമുക്കൊന്ന് വെറുതെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് ഡിഫോൾട്ട് വേർഡ്പ്രസ് ലാൻഡിംഗ് പേജ്. ഈ സെർവറിൻ്റെ തന്നെ പ്രത്യേകതയായിരിക്കും ഈ വെബ്സൈറ്റിൻ്റെ സൂപ്പർ ഫാസ്റ്റ് ലോഡ് ചെയ്യുന്നത്. അത്രയും ഫാസ്റ്റായിട്ട് ഇപ്പോൾ തന്നെ ലോഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ക്രോം ബ്രൗസറിലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, വിത്തിൻ 1 സെക്കൻഡിലുള്ള അത് ലോഡ് ചെയ്തത്. എനിവേ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പുതിയ ടെംപ്ലേറ്റ്സ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് അതിലേക്ക് കടക്കാം. പിന്നെ ഒരു ടെംപ്ലേറ്റ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. തീംസിലേക്ക് പോവാണ്. ആഡ് ന്യൂ ക്ലിക്ക് ചെയ്തു. വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു തീമാണ് എക്സ്ട്രാ. അപ്പോൾ നമ്മളൊക്കെ അത് തൽക്കാലം ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. ഇനി ആക്ടിവേറ്റ് ചെയ്യുക. എക്സ്ട്രാ തീം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിൻ്റെ സെറ്റിങ്സിലേക്ക് നമുക്ക് പോകാം. എക്സ്ട്രാ ഓപ്ഷൻസ്. അപ്പോൾ അതിൽ നമുക്കൊരു ഓപ്ഷൻ കാണുന്നുണ്ട് 150 സ്റ്റാർട്ടർ ടെംപ്ലേറ്റ്സ്. നമ്മളൊരു സ്റ്റാർട്ടർ ടെംപ്ലേറ്റ് ചൂസ് ചെയ്യാനായിട്ട് ആ ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യാണ്. ഇനി ഇതിൽ നിന്നൊരു പേജ് ബിൽഡർ നമുക്ക് ഉപയോഗിക്കാം. തൽക്കാലം ഞാൻ ഇതിൽ നിന്ന് എലമെൻറ്റർ ഉപയോഗിക്കാം. എലമെൻറ്ററാണ് പോപ്പുലർ ആയിട്ടുള്ളൊരു പേജ് ബിൽഡർ. ഇതിൽ നമുക്കൊരു ടെംപ്ലേറ്റ് നോക്കാം. ഓക്കെ, ഈ ഒരു ടെംപ്ലേറ്റ് ക്ലിക്ക് ചെയ്യാണ്.
നമുക്ക് ഈ ഒരു ടെംപ്ലേറ്റ്സ് എല്ലാം കംപ്ലീറ്റ് സൈറ്റ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. എല്ലാം ഇമ്പോർട്ട് ചെയ്തു. ഇനി നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് വ്യൂ ചെയ്ത് നോക്കാം. ഇപ്പോൾ learn.sibin.com എടുത്താൽ ഒരു കംപ്ലീറ്റ് വെബ്സൈറ്റ് കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു ടെംപ്ലേറ്റാണ്, നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടി വരും. തൽക്കാലം ഈ വെബ്സൈറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. വെബ്സൈറ്റ് റെഡി ആയിട്ടുണ്ട്. സോ ഈ ഒരു ടെംപ്ലേറ്റാണ് അതിലുള്ളത്. അപ്പോൾ ഇത് തന്നെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും എത്ര ഫാസ്റ്റായിട്ട് ലോഡ് ചെയ്യണം എന്നുള്ളത്. പിന്നീട് കോഴ്സസ് ഒന്നുമില്ല. നമുക്ക് ടെസ്റ്റിമോണിയൽ, എബൌട്ട് പേജ്, കോണ്ടാക്ട് പേജ്, ഹോം പേജ്. ഇപ്പോൾ തന്നെ വെബ്സൈറ്റ് ഫാസ്റ്റായി. ഇത് വെറും സെർവറിൻ്റെ പെർഫോമൻസ് മാത്രമാണ്. cPanel സെർവറിലോ ബാക്കി ഗോഡാഡിയിലും ഇത്രയും പെർഫോമൻസ് നമുക്ക് കിട്ടില്ല. ഇത്രയും ഫാസ്റ്റായിട്ട് വെബ്സൈറ്റ് ഇപ്പോൾ തന്നെ ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിലൊരു ലാസ്റ്റ് സ്റ്റെപ്പ് കൂടി ഉണ്ട്. അതിനായിട്ട് നമുക്ക് വേർഡ്പ്രസ് ഡാഷ്ബോർഡിലേക്ക് തിരിച്ചു വരാം. എന്നിട്ട് പ്ലഗിൻസിൽ ഒരു പ്ലഗിൻ നമുക്ക് ഇതിനുവേണ്ടി ഇൻസ്റ്റാൾ ചെയ്യണം. CyberPanel എന്ന് പറയുന്ന ഒരു സെർവറാണ് നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് സപ്പോർട്ടീവായിട്ട് Litespeed ക്യാഷ് എന്ന് പറഞ്ഞൊരു പ്ലഗിൻ ഉണ്ട്. ഈ പ്ലഗിനും നമ്മളിപ്പോൾ സെർവറിൽ സെറ്റപ്പ് ചെയ്തിരുന്ന CyberPanel എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറും തമ്മിൽ ക്ലോസ്ലി കോമ്പിനേഷനാണ് ഈ വെബ്സൈറ്റിൻ്റെ ഹയർ പെർഫോമൻസിന് റീസൺ. നമുക്ക് ഈ ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യാം. ആക്റ്റീവ് 2 മില്യൺ ഇൻസ്റ്റാളേഷൻ എല്ലാം ഉണ്ട്. ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യണം. ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്ത് ആക്ടിവേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്ടിവേഷൻ കഴിഞ്ഞു. ഇനി നമുക്കൊരു പുതിയൊരു മെനു വരും, Litespeed ക്യാഷ്. ഇതിലൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് കൂടി നമ്മളൊന്ന് ചെയ്തിടാനുണ്ട്. ജനറൽ സെറ്റിങ്സിൽ ഡൊമെയിൻ കീ നമുക്ക് വേണം. അതിനായിട്ട് ഡൊമെയിൻ എൻ്റർ ചെയ്ത് നമ്മൾ റിക്വസ്റ്റ് കീ എൻ്റർ ചെയ്യണം. ഫ്യൂ മിനിറ്റ്സിനുള്ളിൽ തന്നെ കീ അപ്രൂവൽ ആയി കിട്ടും. ഇനി നമുക്കത് ഇഗ്നോർ ചെയ്യാം. ഇനി നമുക്ക് ചെയ്യാനുള്ള നേരെ ഡാറ്റാബേസിലേക്ക് പോവാം. ഇപ്പോൾ എക്സിസ്റ്റിംഗ് വെബ്സൈറ്റ് നിങ്ങളിതിലേക്ക് മൂവ് ചെയ്തിട്ടാണ് ഈ ഒരു Litespeed ക്യാഷ് ഇൻസ്റ്റാൾ ചെയ്തെന്നുണ്ടെങ്കിൽ ക്ലീനപ്പ് ചെയ്യാണ്ടായിരിക്കും. ഒരുപാട് ഡാറ്റാസും കാര്യങ്ങളൊക്കെ ക്ലീനപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വെബ്സൈറ്റ് CyberPanelലേക്ക് മൂവ് ചെയ്തതിന് ശേഷം Litespeed ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ എക്സിസ്റ്റിംഗ് ഡാറ്റാബേസ് ടേബിൾസ് എല്ലാം MySQL ടേബിൾസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇതിപ്പോൾ InnoDB എന്ന് പറഞ്ഞ ഒരു ഡാറ്റാബേസ് ഫോർമാറ്റിലേക്കാണ് ചേഞ്ച് ആക്കിയിരിക്കുന്നത്. ഡിഫോൾട്ട് എല്ലാം MySQL ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻസ് വരും ടേബിളായിട്ട്. എല്ലാ ടേബിളും കൺവേർട്ട് ചെയ്യുക. പക്ഷേ ഇവിടെ എന്തെങ്കിലും ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, ഇതെല്ലാം ക്ലിയർ ചെയ്യുക. നമ്മൾ ക്ലിയർ ഓൾ ഓപ്ഷൻ കൊടുത്താൽ ഇതെല്ലാം നമ്മൾ ക്ലിയർ ആവുന്നുണ്ട്. ഇമേജ് ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് സെറ്റിങ്സുകൾക്ക് നോക്കാം. എല്ലാ ഇമേജ് ഡാറ്റ എടുത്ത് നമുക്ക് കംപ്രസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത്ര സ്റ്റെപ്പ് നമ്മൾ ചെയ്താൽ തന്നെ വെബ്സൈറ്റ് സൂപ്പർ ഫാസ്റ്റായിട്ട് പെർഫോം ചെയ്യുന്നതാണ്. ഈ വെബ്സൈറ്റ് എടുത്ത് കാണാം, എവറി പേജിൽ ഓടുന്നൊരു സ്പീഡ് കണ്ടോ. അങ്ങനെ വേർഡ്പ്രസ് വെബ്സൈറ്റിൻ്റെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ടാസ്ക്കാണ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തത്. ഒരു വേർഡ്പ്രസ് വെബ്സൈറ്റ് സൂപ്പർ ഫാസ്റ്റാക്കി. ഇനി ഇതോടുകൂടി നമുക്ക് കിട്ടുന്ന എക്സ്ട്രാ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. CyberPanel എന്ന സെർവർ ബേസ്ഡ് സോഫ്റ്റ്വെയറും Litespeed ക്യാഷ് എന്ന പ്ലഗിനും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയും പെർഫോമൻസ് അച്ചീവ് ചെയ്തത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ക്യാഷിംഗ് സിസ്റ്റമാണ് ഇതിനുള്ളിൽ പുറകിൽ വർക്ക് ചെയ്യുന്നത്. ക്യാഷിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ടൊരു യൂസർ റിക്വസ്റ്റ് ചെയ്യുന്ന വെബ് പേജുകളും ഡാറ്റാബേസ് ക്വറീസും വേർഡ്പ്രസിൻ്റെ ലോക്കൽ ഡയറക്ടറിയിൽ ഫയൽസ് ആയിട്ട് സേവ് ആവാണ്. അപ്പോൾ നമ്മൾ വീണ്ടും വെബ്സൈറ്റ് എടുക്കുമ്പോഴും ഇന്ന പേജ് ക്ലിക്ക് ചെയ്യുമ്പോഴും ആ സെയിം ഫയൽ സിസ്റ്റത്തിൽ നിന്നാണ് ആ ഒരു പേജ് റെൻഡർ ചെയ്ത് വരുന്നത്. അപ്പം അങ്ങനെ ഒരു ടെക്നോളജിയാണ് ഈ ക്യാഷിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡാറ്റാബേസിലേക്ക് ഓവർലോഡ് വരാനോ ഇപ്പോൾ ഒരുപാട് വിസിറ്റേഴ്സ് അറ്റ് എ ടൈമിൽ വെബ്സൈറ്റ് വന്നാൽ പോലും ഡാറ്റാബേസിൻ്റെ പെർഫോമൻസിനെ ബാധിക്കാതെ ഇത്രയും പെർഫോമൻസിൻ്റെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ലോ കോൺഫിഗറേഷനിൽ തന്നെ ഹൈ പെർഫോമൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ ഒരു കോമ്പിനേഷന് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയാസിലൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഹൈ ട്രാഫിക് ജനറേറ്റ് ചെയ്യുന്ന വെബ്സൈറ്റുകൾക്കൊക്കെ പറ്റിയൊരു കോമ്പിനേഷനാണ് ഈ Litespeed ക്യാഷ് പ്ലഗിനും പിന്നെ CyberPanel സോഫ്റ്റ്വെയറും. ഞാൻ ഈ വീഡിയോയിൽ ചെയ്ത സ്റ്റെപ്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഫഷണൽ അസിസ്റ്റൻസ് ആവശ്യമാണ് സ്വന്തമായിട്ടൊരു വേർഡ്പ്രസ് വെബ്സൈറ്റ് ചെയ്യാനും അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് വെബ്സൈറ്റ് സ്പീഡപ്പ് ചെയ്യാനും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.